വി.ഡി. സതീശൻ സർക്കാർ 32 പേരെയാണ് അധ്യാപകരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ ജോലിയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളാൻ പറഞ്ഞത്. എന്തായാലും വലിയ പ്രതിഷേധത്തെ തുടർന്ന് അധ്യാപകരെ തിരിച്ചെടുക്കാനും താൽക്കാലികമായിട്ട് ആ ഉത്തരവ് മരവിപ്പിക്കാനും വി.ഡി. സതീശൻ സർക്കാർ തയ്യാറായി എന്നതും ഈ പ്രതിഷേധക്കാരുടെ വലിയ ഒരു വിജയമായി മാറുകയാണ്. ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഈ സംസ്ഥാനത്ത് ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംഭവമാണ് ഇന്ന് ആലപ്പുഴയിൽ സംഭവിച്ചത്. അതും സൂപ്പർ ന്യൂമറിക് തസ്തിക സൃഷ്ടിച്ച് ഈ 32 പേരെ കൂടി, ആലപ്പുഴയിലെ 80 പേരിൽ ഈ 32 പേരെ കൂടി സർക്കാരിന് സംരക്ഷിച്ച് നിർത്താമായിരുന്നു. പക്ഷേ അത് ചെയ്തില്ല. വലിയ പ്രതിഷേധത്തെ തുടർന്ന് എന്തായാലും സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നുവെങ്കിൽ പോലും ഈ സംസ്ഥാന സർക്കാരിന് ഇവിടുത്തെ ഉദ്യോഗസ്ഥരോടുള്ള യഥാർത്ഥ മനോഭാവം വെളിവാക്കുന്ന ഒരു സംഭവമായി ഇത് മാറി അല്ലേ? തീർച്ചയായും. പക്ഷേ അതിലൊരു തരത്തിലുള്ള സംശയമില്ല. കാരണം പല കാര്യങ്ങളിലും ഏത് രീതിയിൽ അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ നടത്തണം എന്നതുപോലും പരിശോധിക്കാതെയാണ് തീരുമാനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതിന്റെ ഒരു കൃത്യമായ തെളിവ് കൂടിയാണ് ഇന്നിപ്പോൾ സംഭവിച്ചത്. കാരണം ഇന്ന് വരെയാണ് സംസ്ഥാനത്ത് അധ്യാപകരുടെ തസ്തിക നിർണയം സംബന്ധിച്ചുള്ള നടപടികൾ നടന്നിരുന്നത്. ഇന്ന് തസ്തിക നിർണയം പൂർത്തിയായിരിക്കുന്ന ഘട്ടത്തിലാണ് ആലപ്പുഴ ജില്ലയിലെ കണക്കിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ രാവിലെ ഈ വിവാദമായ ഉത്തരവ് ഇറങ്ങുന്നത് തന്നെ ആകെ 80 അധ്യാപകർക്ക് തസ്തിക നഷ്ടമായിരിക്കുന്നു. അതിൽ 48 പേരെ പുനർവിന്യസിപ്പിച്ചു എന്നുള്ളത് സർക്കാർ പറയുന്നു. പക്ഷേ അപ്പോൾ 32 പേരെ, ഇതിൽ ശേഷിച്ചിരുന്ന 32 പേരെ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നു എന്നുള്ളതാണ്. കാരണം PSC മുഖാന്തരം ആ രീതിയിൽ പരീക്ഷ എഴുതി അഭിമുഖം അറ്റൻഡ് ചെയ്ത് അങ്ങനെ ജോലിയിലേക്ക് എത്തിയവരാണ് ഈ 32 പേരെന്ന് പറയുന്നത്. അവരെയാണ് മറ്റൊരു തരത്തിലുള്ള അറിയിപ്പുകളുമില്ലാതെ പിരിച്ചുവിടുന്ന ഒരു നടപടിയിലേക്ക് സർക്കാർ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് അത് സ്വാഭാവികമായും പൊടുന്നനെ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം ഉയരുന്നതിലേക്കും ഇടയാക്കിയത്. സാധാരണ രീതിയിൽ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ നമ്മൾ കഴിഞ്ഞ 10 വർഷമൊക്കെ സംസ്ഥാനത്ത് കണ്ടിരുന്നത് എല്ലാ വർഷവും തസ്തിക നിർണയം നടക്കാറുണ്ട്. ഈ തസ്തിക നിർണയം നടക്കുന്ന സമയത്ത് തസ്തിക നിർണയം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ അധ്യാപകർ എക്സസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ പൂർണ്ണമായും സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സർക്കാർ സ്വീകരിക്കാറുണ്ടായിരുന്നു. അത് സൂപ്പർ ന്യൂമറി തസ്തികകൾ സൃഷ്ടിച്ചിട്ട് ആ രീതിയിൽ അവരെ ഉൾക്കൊള്ളാറുണ്ട്. അല്ലെങ്കിൽ ഈ റിട്ടയർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകൾ, അല്ലെങ്കിൽ പ്രൊമോഷൻ വരുമ്പോൾ ഉണ്ടാകുന്ന ഒഴിവുകൾ, അങ്ങനെ ആ രീതിയിലാണ് അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കവും ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. ഏതായാലും അധ്യാപകരുടെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ചും ഇടത് അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം തന്നെയാണ് ആലപ്പുഴ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിന് മുന്നിൽ നടന്നത്. അതേ തുടർന്ന് അധ്യാപകരുടെ പ്രതിഷേധം കൂടുതൽ ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സർക്കാരിന് ഇവർക്ക് അധ്യാപകർക്ക് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നത്. ഏതായാലും നിലവിലിപ്പോൾ ഈ ഒരു ഉത്തരവ്, ഇവരെ 32 പേരെ പുറത്താക്കിക്കൊണ്ടുള്ള ഉത്തരവ്, അത് താൽക്കാലികമായി മരവിപ്പിച്ചു എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുതിയ ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കും എന്നാണ് നിലവിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും അധ്യാപക സംഘടന, അതായത് ഇടത് അധ്യാപക സംഘടനയായ KSTA സർക്കാരിന് നൽകിയിരിക്കുന്ന മുന്നിൽ വെച്ചിരിക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് ഈ തസ്തിക നിർണയം പൂർത്തിയാകുമ്പോൾ എക്സസ് വരുന്ന അധ്യാപകരെ പൂർണ്ണമായും സംരക്ഷിക്കണം. അല്ലാത്ത പക്ഷം സംസ്ഥാന വ്യാപകമായി അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭം ആയിരിക്കും ഉണ്ടാവുക.